ലോക്കപ്പ് മർദ്ദന കേസിൽ ശിക്ഷിച്ച എസ്ഐക്ക് ഡിവൈഎസ്പിയായി പ്രമോഷൻ നൽകിയതായി സിപിഐ പ്രവർത്തകന്റെ പരാതി. ഡിവൈഎസ്പി PM മനോജിനെതിരെയാണ് വടകര മന്ദരത്തൂർ സ്വദേശി രഞ്ജിത്തിന്റെ ആരോപണം. PM മനോജിന്റെ പ്രമോഷൻ റദ്ദ് ചെയ്ത നീതി ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യം. 2012 ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി സ്റ്റേഷനിൽ അയൽക്കാർ കൊടുത്തൊരു പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത്. അതുപോലെ ഞാൻ അന്ന് വൈകിട്ട് 5 മണിക്ക് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ റൈറ്റർ പറഞ്ഞ് SI ഉണ്ട്, SIനെ കൊണ്ടുവന്നാണ്. അങ്ങനെ ഞാൻ PM മനോജ് ആയിരുന്നു അന്നത്തെ SI. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പ്രകോപനമില്ലാതെ പെട്ടെന്ന് തന്നെ അടിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ പൊതുസ്ഥലം കയ്യേറിയിട്ട് അത് കിണർ വീഴ്ചയെന്ന് പറഞ്ഞാണ് എന്നെ അടിച്ചത്. അപ്പോൾ ഞാൻ അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ASI ഉൾപ്പെടെ മുഹമ്മദ് എന്ന് പറയുന്ന ASI ഉൾപ്പെടെ 2 പേരും കൂടി എന്നെ മാരകമായി വാർത്തിച്ച് ഞാൻ നിലത്ത് വീണ എന്നെ ബൂട്ടിട്ട് ചവിട്ടി എഴുന്നേക്കാൻ പറ്റാത്ത വിധം ഒക്കെ വെച്ച് പരിക്കേൽപ്പിച്ചു. അതിനുശേഷം എന്നെ ലോക്കപ്പിലടച്ച് ലോക്കപ്പിൽ നിന്ന് കേട്ടാലാക്കുന്ന രീതിയിലുള്ള തെറി വിളിച്ചുകൊണ്ട് എന്നെ വീണ്ടും ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വിഷയങ്ങൾ അറിഞ്ഞ് തോന്നെ ആളുകൾ സ്റ്റേഷനിൽ തടിച്ചുകൂടി എൻ്റെ നാട്ടിലുള്ള ആളുകളും ഞാൻ CPIൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അന്ന്. അപ്പോൾ അതിന് ശേഷം എന്നെ ആളുകളെല്ലാം കൂടിയതിന് ശേഷം തോന്നെ പത്രക്കാരൊക്കെ വന്ന് വാർത്തയതിന് ശേഷം എന്നെ വടകര താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി എൻ്റെ പേരിൽ ഒരു കള്ളക്കേസെടുത്ത് ജഡ്ജിൻ്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് കോടതി ജാമ്യം അനുവദിച്ചതിന് ശേഷം ഞാൻ 5 ദിവസം സഹകരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാനൊരു പ്രൈവറ്റ് കേസ് കോടതിയിൽ സമർപ്പിച്ച് ഞാൻ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം 2019 ഈ SIയും ASIയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 2 വകുപ്പുകളിലായി 1 മാസവും 7 ദിവസം ഒരു വകുപ്പിനും മറ്റൊരു വകുപ്പിൽ 1 മാസത്തെ 30 ദിവസത്തെയും തടവിന് ശിക്ഷിച്ചു. അതിനുശേഷം ഇയാൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും അപ്പീൽ 2024 അപ്പീൽ 2ാം പ്രതിയെ ഒഴിവാക്കുകയും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ ഞാൻ ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് കംപ്ലയിൻറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി. ആ അവസരത്തിലാണ് DYSP ആയിട്ട് ഈ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഈ അനുവദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊമോഷനാണ് കൊടുത്ത. കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടും ഈ കുറ്റപത്രം റദ്ദ് ചെയ്തിട്ടില്ല. കുറ്റപത്രത്തിൽ ഇയാൾക്ക് സ്റ്റേ ഇല്ല. ജോലിയിൽ തുടരാനുള്ള ഒരു ഇത് മാത്രമാണുള്ളത്. പ്രൊമോഷൻ കിട്ടില്ല എന്നാണ് അന്ന് വക്കീൽ ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഏതോ സ്വാധീനത്തിൻ്റെ ഇതിൽ അയാൾ പ്രൊമോഷനായി ഇപ്പോൾ തൃശ്ശൂരിലാണ് DYSP ആയി വർക്ക് ചെയ്യുന്നത്. ഇയാളെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അതിൻ്റെ കെടുതികൾ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഞാൻ 3 കൊല്ലം ചികിത്സിച്ചിട്ടാണ് ആയുർവേദ ചികിത്സ നടത്തിയിട്ടാണ് എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വയ്യായികൾ ഞാൻ മാറ്റിയെടുത്തു. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ ഇത് ഇയാളെ ഏതോ സ്വാധീന വലയത്തിൽ ഇയാൾക്ക് പ്രൊമോഷനും കിട്ടാൻ പാടില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ശിക്ഷ കിട്ടിയിട്ട് പോലും പ്രൊമോഷൻ കൊടുത്തത് നിയമവിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർത്തമാനകാലത്ത് ഇതിലും നിസ്സാരമായ കേസുകൾ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശിക്ഷ കിട്ടിയിട്ടും ഇയാൾ ജോലിയിൽ തുടരുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ കേസിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തു. ആ പരാതി എല്ലാം നിലയ്ക്ക് തന്നെയാണ് ഇയാൾക്ക് പ്രൊമോഷൻ അനുവദിച്ചത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.